മഴക്കാലം തുടങ്ങിയാൽ ഇടിവെട്ടി കൂൺമുളച്ച് പൊന്തുന്നത് പോലെയാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിഷയം പൊങ്ങിവരിക. ഈയൊരു വീഡിയോ ടൈറ്റിൽ കണ്ടപ്പോഴും നിങ്ങൾക്ക് അങ്ങനെ തന്നെയായിരിക്കും തോന്നിയിട്ടുണ്ടാവുക. പക്ഷേ ഇതിനെ രാഷ്ട്രീയക്കാരും മറ്റും സീസണൽ വിഷയം മാത്രമാക്കി ഒതുക്കുമെങ്കിലും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ നമ്മുടെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്തുള്ള ദുരന്തമായിരിക്കും നമ്മൾ കൺമുൻപിൽ കാണേണ്ടി വരിക. ആരെയും പേടിപ്പെടുത്താനോ ആവലാതിപ്പെടുത്താനോ അല്ല ഈ വീഡിയോ. നമ്മൾ മലയാളികൾ ഒരേപോലെ ബോധവാന്മാരാകേണ്ട വിഷയമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ വിഷയം. ഇതിനെ ഇത്ര ഗൗരവത്തിൽ എടുക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സോ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ലക്ഷക്കണക്കിന് മലയാളികളുടെ തലയ്ക്ക് മുകളിൽ മുല്ലപ്പെരിയാർ ഒരു ഭീഷണിയാകാൻ തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. നിർമ്മാണ കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഇതായിരുന്നുവെങ്കിലും ചുണ്ണാമ്പും സുർക്കി മിശ്രിതവും കരിങ്കല്ലുമൊക്കെ ഉപയോഗിച്ചുണ്ടാക്കിയ 113 വർഷത്തിലധികം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് ഇന്ന് ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഭൂഗുരുത്വ അണക്കെട്ട്. 1896 ഈ അണക്കെട്ട് നിർമ്മാണം പൂർത്തിയാക്കിയ കാലത്ത് 50 കൊല്ലത്തിലധികം ഇത്തരം അണക്കെട്ടുകൾക്ക് ആയുസില്ലെന്ന് അണക്കെട്ടിൻ്റെ ശില്പിയായ ബെന്നി കുക്ക് എന്ന ബ്രിട്ടീഷുകാരൻ തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ നോക്കിയാൽ പോലും സ്വാതന്ത്ര്യത്തിന് മുൻപേ തന്നെ അണക്കെട്ടിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. സായിപ്പുണ്ടാക്കിയ അണക്കെട്ടായതുകൊണ്ട് മാത്രമായിരിക്കണം പിന്നെയും 75 കൊല്ലമായി അതിങ്ങനെ പൊട്ടാതെ നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നതെങ്കിലും തമിഴ്നാടാണ് ഡാമിൻ്റെ ഉടമസ്ഥർ. അക്കഥകളൊക്കെ പറയാൻ പോയാൽ ഒരുപാട് ചിരിക്കാനുള്ള വകയുണ്ട്. സോ അതിനെപ്പറ്റി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വിശദമായി സംസാരിക്കാം. ബ്രിട്ടീഷ് ഭരണകാലത്ത് തേനി, മധുര, ദിണ്ടിക്കൽ, രാമനാഥപുരം എന്നീ തമിഴ് പ്രവിശ്യകൾ ജലക്ഷാമം അനുഭവിക്കുമ്പോൾ കേരളത്തിലെ പെരിയാർ തീരങ്ങളിൽ പലപ്പോഴും വെള്ളപ്പൊക്കമായിരുന്നു. ഇതിന് സായിപ്പ് കണ്ടുപിടിച്ച പ്രതിവിധിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. പെരിയാർ നദിയിലെ വെള്ളം അണകെട്ടി പശ്ചിമഘട്ടം തുറന്ന് മധുരയിലൂടെ ഒഴുകുന്ന വൈഗൈ നദിയിലെത്തിക്കാനിട്ട പദ്ധതിയാണ് ഇന്നിപ്പോൾ മുല്ലപ്പെരിയാർ ഡാം എന്ന തലവേദനയായി മലയാളികളുടെ ഉറക്കം കെടുത്തുന്നത്. 1886 ഒക്ടോബർ 29 പെരിയാർ പാട്ടക്കരാർ പ്രകാരം പെരിയാർ നദിയുടെ 155 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന 8000 ഏക്കർ സ്ഥലത്തിന് പുറമെ അണക്കെട്ട് നിർമ്മാണത്തിനായി 100 ഏക്കർ സ്ഥലവും തിരുവിതാംകൂർ രാജാവായിരുന്ന വിശാഖം തിരുനാൾ രാമവർമ്മ അന്നത്തെ മദിരാശി സർക്കാരിന് പാട്ടമായി നൽകുകയാണ് ഉണ്ടായത്. കരാറ് പ്രകാരം പാട്ടത്തുകയായി ഏക്കറിന് 5 രൂപ എന്ന കണക്കിൽ 40,000 രൂപ വർഷം തോറും കേരളത്തിന് ലഭിക്കും. 50 വർഷം മാത്രം ആയുസ് കണക്കാക്കിയിരുന്ന ഡാമിൻ്റെ കരാർ കാലയളവ് 999 വർഷമാണെന്നുള്ളതാണ് മറ്റൊരു കോമഡി. ആദ്യ കരാർ കഴിയുമ്പോൾ വേണമെങ്കിൽ വീണ്ടും ഒരു 999 വർഷത്തേക്ക് കരാർ പുതുക്കുന്നതിന് വിരോധമൊന്നും ഇല്ലെന്നുള്ള മറ്റൊരു മണ്ടത്തരവും കരാറിലുണ്ട്. അണക്കെട്ടിൽ ചോർച്ചയും മറ്റും വരാൻ തുടങ്ങിയതോടെയായിരിക്കണം അണക്കെട്ട് ദുർബലമാണെന്നും ജലനിരപ്പ് 136 അടിക്ക് മുകളിൽ ഉയർത്താൻ പറ്റില്ലെന്നും പറഞ്ഞ് കേരളവും തമിഴ്നാടും തമ്മിലുള്ള നിയമപ്രശ്നങ്ങൾ ആരംഭിച്ചത്. ഡാം പൊട്ടിയാലും തമിഴ്നാട്ടിലേക്ക് വെള്ളമൊഴുകി അവർക്ക് അപകടമൊന്നും ഉണ്ടാകില്ല എന്നതുകൊണ്ട് അവർക്കിതൊരു പ്രശ്നമല്ല. ഡാം പൊട്ടിയാൽ 35 കിലോമീറ്റർ താഴെയുള്ള ഇടുക്കി ഡാം ആ വെള്ളം മുഴുവൻ താങ്ങിക്കോളുമെന്നുള്ള ന്യായങ്ങളും തമിഴ്നാട് സർക്കാർ നിരത്തുന്നുണ്ട്. ഇടുക്കി ഡാം അല്ലാതെ തന്നെ നിറഞ്ഞു കവിയാറുണ്ടെന്നും മുല്ലപ്പെരിയാറിലെ വെള്ളം കൂടെ താങ്ങി നിർത്താൻ ഇടുക്കി ഡാമിന് ആകില്ലെന്നുമുള്ളത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. ഇനി അഥവാ ഇടുക്കി ഡാം ഈ വെള്ളം മുഴുവൻ താങ്ങിയാലും മുല്ലപ്പെരിയാറിനും ഇടുക്കി ഡാമിനുമിടയിൽ പെരിയാർ തീരത്ത് താമസിക്കുന്ന 10,000-കണക്കിന് ജനങ്ങളുണ്ടെന്ന് മറക്കരുത്. ആണവ ദുരന്തത്തെക്കാൾ ഭീതിയോടെയാണ് ലോകം അണക്കെട്ടുകളെ കാണുന്നത്. ലോകമെങ്ങും വൻ ദുരന്തങ്ങൾ വരുത്തിവെക്കാൻ ഓരോ അണക്കെട്ടിനും സാധിക്കും. മുല്ലപ്പെരിയാറിന് ചെറിയ ഭൂചലനങ്ങളെപ്പോലും താങ്ങാൻ ശേഷിയില്ലെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഡാം സ്ഥിതി ചെയ്യുന്നത് ഭൂകമ്പ സാധ്യത പ്രദേശത്തു കൂടിയാണ്. 12-ാം നൂറ്റാണ്ട് മുതൽ ലോകത്താകമാനം 2000-ഓളം അണക്കെട്ട് ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 1975 ചൈനയിലെ ബാങ്കിയാവോ ഡാം തകർന്ന് ഡാമിന് താഴെയുള്ള 62 അണക്കെട്ടുകളുടെ തകർച്ചയ്ക്ക് വഴിവെച്ചു. 2,50,000-ഓളം പേരാണ് ആ ദുരന്തത്തിൽ മരിച്ചത്. ഈ ദുരന്തത്തെക്കാൾ 10 ഇരട്ടിയായിരിക്കും മുല്ലപ്പെരിയാർ ദുരന്തമുണ്ടായാൽ സംഭവിക്കുക. ഹിരോഷിമ ആണവ ബോംബിനേക്കാൾ ഇരട്ടി ഊർജ്ജമായിരിക്കും സ്വതന്ത്രമാവുക. ഇവ വരുത്തിവെക്കുന്ന ദുരന്തം സങ്കല്പങ്ങൾക്കും അപ്പുറത്തായിരിക്കും. ആയുസെത്തി അണക്കെട്ടെങ്ങാനും പൊട്ടിയാലുള്ള അവസ്ഥയെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയാൽ 5-6 ജില്ലകളിലെ ജനങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റില്ല. അപകടം എന്തെങ്കിലും പിണഞ്ഞു കഴിഞ്ഞാൽ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രകാരം പ്രധാനമായും ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, ആലപ്പുഴ എന്നീ ജില്ലകളിലായി കുറഞ്ഞത് 40 ലക്ഷം ജനങ്ങളെങ്കിലും മരിച്ചു വീഴും. പണ്ഡിതനും പാമരനും പണമുള്ളവനും പണമില്ലാത്തവനും രാഷ്ട്രീയക്കാരനും കുട്ടികളും വലിയവരുമെല്ലാം അടങ്ങുന്ന ലക്ഷക്കണക്കിന് മനുഷ്യാത്മാക്കൾ വീട്ടിലും റോട്ടിലും പാടത്തും
പറമ്പിലുമൊക്കെയായി മരിച്ചു വീഴും. കുറേയധികം പേർ അറബിക്കടലിൻ്റെ അഗാധതയിൽ സമാധിയാകും. കന്നുകാലികളടക്കമുള്ള മിണ്ടാപ്രാണികളുടെ കണക്കൊന്നും മുകളിൽ പറഞ്ഞ 40 ലക്ഷത്തിൽ പെടുന്നില്ല എന്നത് മറ്റൊരു വാസ്തവം. കെട്ടിടങ്ങൾക്കുള്ളിലും വാഹനങ്ങൾക്കുള്ളിലുമൊക്കെയായി കുടുങ്ങിക്കിടക്കുന്ന ഇത്രയും അധികം ശവശരീരങ്ങൾ 24 മണിക്കൂറിനകം കണ്ടെടുത്ത് ശരിയാംവണ്ണം മറവ് ചെയ്തില്ലെങ്കിൽ ജീവനോടെ അവശേഷിക്കുന്ന ബാക്കിയുള്ള മനുഷ്യജന്മങ്ങൾ പകർച്ചവ്യാധികളും മറ്റ് രോഗങ്ങളും പിടിപെട്ട് മരിക്കും. ഇക്കൂട്ടത്തിൽ മുല്ലപ്പെരിയാറിൻ്റെ പേരിൽ പട നയിക്കുന്ന തമിഴനും ലക്ഷക്കണക്കിനുണ്ടാകും. നദീജലം നഷ്ടമായതുകൊണ്ട് തേനി, മധുര, ദിണ്ടിക്കൽ, രാമനാഥപുരം എന്നിങ്ങനെ കൃഷിയെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന 10,000-കണക്കിന് തമിഴ് മക്കൾ വരൾച്ചയും പട്ടിണിയും കൊണ്ട് വലയും. 1979 ആഗസ്റ്റ് 11 കനത്ത മഴയിൽ ഗുജറാത്തിലെ മോർവി ഡാം തകർന്നപ്പോൾ ഉണ്ടായതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം ദുരന്തം. 20 മിനിറ്റിനകം 15,000-ഓളം ജനങ്ങളാണ് അന്ന് മോർവി പട്ടണത്തിൽ മണ്ണോട് ചേർന്നത്. ഡാം പരിസരത്തെങ്ങാനും റിക്ടർ സ്കെയിൽ സൂചിക 6 എത്തുന്ന രീതിയിലുള്ള ഒരു ഭൂചലനമോ മറ്റോ ഉണ്ടായാൽ എല്ലാം അതോടെ തീരും. കേന്ദ്ര ജല കമ്മീഷന്റെ ചട്ടപ്രകാരം ഡാമിലുണ്ടാകുന്ന ചോർച്ചകളും മറ്റും നിരീക്ഷിക്കുകയും അപകട സാധ്യത കണ്ടാൽ കേരള സർക്കാരിനെയും ജനങ്ങളെയും വിവരമറിയിക്കേണ്ടതും തമിഴ്നാട് സർക്കാരാണ്. കേസും കൂട്ടവുമായി കേരളത്തിനെതിരെ നിൽക്കുന്ന അവർ അക്കാര്യത്തിൽ എത്രത്തോളം ശുഷ്കാന്തി കാണിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. മുല്ലപ്പെരിയാറിന് പകരം പുതിയൊരു ഡാം നിർമ്മിക്കലാണ് ഈ ദുരന്തം ഒഴിവാക്കാനുള്ള പോംവഴികളിലൊന്ന്. എന്നാൽ ഇതത്ര എളുപ്പമല്ല. കാരണം പുതിയൊരു ഡാം നിർമ്മിച്ച് അതിലേക്ക് ഇപ്പോഴുള്ള ജലനിരപ്പുണ്ടാക്കാൻ വർഷങ്ങൾ തന്നെ എടുക്കും. മാത്രമല്ല കേരളം ഇനിയും ഒരു കരാറിൽ ഒപ്പുവെക്കുമോ എന്ന കാര്യവും തമിഴ്നാടിനെ പുതിയൊരു ഡാം നിർമ്മാണത്തിൽ നിന്ന് മാറ്റി ചിന്തിപ്പിച്ചേക്കും. ഏതായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.